ബ്ലോഗർ ചിന്നു പപ്പുവിന്റെ സുഹൃത്തിനെ മരിച്ച നിലയിൽ കണ്ടെത്തി. കാസർഗോഡ് മന്നിപ്പാടി സ്വദേശി സന്ദേശ് 29 മരിച്ചത്. വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിലാണ് സന്ദേശിനെ കണ്ടെത്തിയത്. ചിന്നു പാപ്പുവിന്റെ മരണശേഷം സന്ദേശ് കടുത്ത മാനസിക സമ്മർദ്ദത്തിലായിരുന്നുവെന്നാണ് സൂചന. കഴിഞ്ഞ 9-ാം തീയതിയാണ് ചിന്നുവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഏറെ നാളായി ഭർത്താവുമായി പിരിഞ്ഞ് താമസിക്കുകയായിരുന്ന ചിന്നു ആൺ സുഹൃത്തിനൊപ്പമായിരുന്നു താമസിച്ചിരുന്നത്. വാടക വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിലാണ് ചിന്നുവിനെ കണ്ടെത്തിയത്. അടൂർ സ്വദേശിയായ ചിന്നുവിന്റെ മരണത്തിൽ പോലീസ് അസ്വാഭാവികമായ മരണത്തിന് കേസെടുത്തിരിക്കുകയാണ്. സുഹൃത്ത് ജോലിക്ക് പോയ സമയത്തായിരുന്നു ചിന്നു ജീവനൊടുക്കിയത്. ഇടയ്ക്ക് സുഹൃത്ത് ചിന്നുവിനെ ഫോണിൽ വിളിച്ചെങ്കിലും എടുത്തില്ല. തുടർന്ന് അയൽവാസികൾ നോക്കിയപ്പോഴാണ് ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തിയത്. ഉടൻ തന്നെ ആശുപത്രിയിലെത്തിച്ചെങ്കിലും മരിച്ചിരുന്നു. കാസർഗോഡിന്റെ തനത് ഭാഷയിലുള്ള റീലുകൾ പങ്കുവച്ചാണ് ചിന്നു ശ്രദ്ധേയയായത്. ഇൻസ്റ്റാഗ്രാമിൽ 2 ലക്ഷത്തിലേറെ പേർ ചിന്നു പാപ്പുവിനെ ഫോളോ ചെയ്യുന്നുണ്ട്. ഈ മാസം ആദ്യമാണ് ചിന്നു അവസാനമായി വീഡിയോ പങ്കുവച്ചത്. പാചകം, യാത്ര വീഡിയോകളാണ് ചിന്നു ഇൻസ്റ്റാഗ്രാമിൽ കൂടുതലായും പങ്കുവച്ചിരുന്നത്. ഈയിടയ്ക്കാണ് ചിന്നുവിന്റെ മരണത്തോടനുബന്ധിച്ച് പോലീസുകാർ സന്ദേശിനെ ചോദ്യം ചെയ്തതും. അപ്പോൾ തന്നെ സന്ദേശിന്റെ പെരുമാറ്റത്തിൽ നല്ല വിഷമവും ബുദ്ധിമുട്ടും ആ ഒരു മുഖത്ത് കാണാൻ കഴിഞ്ഞു എന്നാണ് പോലീസുകാർ പറയുന്നത്. ചോദ്യം ചെയ്യലിനൊടുവിൽ സന്ദേശിനെ തന്റെ വീട്ടുകാരോടൊപ്പമാണ് പറഞ്ഞയച്ചത്. വല്ലാതെ ആകെ വലിയ വിഷമത്തിലും മാനസികമായി തകർന്ന ഒരു അവസ്ഥയിലുമാണ് സന്ദേശിനെ കാണാൻ ഇടയായത്. സത്യമായിട്ടും ആർക്കും ഇതിന്റെ സത്യാവസ്ഥ ഇതുവരെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ സന്ദേശിന്റെ ഫോണും ചിന്നുവിന്റെ ഫോണും പോലീസ് കസ്റ്റഡിയിലാണ്. ഫുൾ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ എന്തും തുറന്നു പറയാൻ കഴിയൂ എന്നുമാണ് നമ്മുടെ പോലീസുകാർ പുറത്തു പറഞ്ഞിരിക്കുന്നത്. എന്തായാലും റിപ്പോർട്ടുകൾ പുറത്തു വരട്ടെ. അതുവരയ്ക്കും നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം. ഇപ്പോൾ അനാഥമായിക്കൊണ്ടിരിക്കുന്നത് ആ ഒരു പിഞ്ചു കുഞ്ഞാണ്. ചിന്നുവിൻ്റെയും ആദ്യ ഭർത്താവിലും ആയിട്ടുള്ള ആ ഒരു പിഞ്ചു കുഞ്ഞാണ് ഇന്ന് അനാഥമായിരിക്കുന്നത്.